നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഷാഫി പറമ്പിൽ എംപിക്ക് മർദ്ദനമേറ്റ സംഭവം, അതിന് പിന്നാലെ അഭിലാഷ് ഡേവിഡ് എന്ന ഉദ്യോഗസ്ഥനെതിരെ ഷാഫി പറമ്പിൽ എംപി വാർത്താ സമ്മേളനത്തിൽ ഈ വ്യക്തിയാണ് തന്നെ ഉപദ്രവിച്ചതെന്ന് വെളിപ്പെടുത്തൽ നടത്തുന്നു. പിന്നാലെ അഭിലാഷ് ഡേവിഡ് അതിനെല്ലാം തള്ളി രംഗത്ത് വരുന്നു. അങ്ങനെ ഷാഫി പറമ്പിൽ അഭിലാഷ് ഡേവിഡ് മുഖാമുഖം വരുന്ന കാഴ്ചയൊക്കെ രാഷ്ട്രീയ കേരളം കണ്ടതാണ്. തീർച്ചയായിട്ടും ഷാഫി പറമ്പിൽ അദ്ദേഹം ഒരു എം പിയാണ്. അദ്ദേഹത്തിന് പരിക്കേൽക്കുന്നു. അതായത് സ്വാഭാവികമായിട്ട് രാഷ്ട്രീയപരമായിട്ട് നടക്കുന്ന ഒരു മാർച്ചിനിടെ എം പിക്ക് പരിക്കേൽക്കുന്നു. അദ്ദേഹത്തിന്റെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുന്ന സാഹചര്യം. അപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ചകളാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത്. എന്തായാലും ഇപ്പോൾ ഇടപെടലുകൾ വന്നു തുടങ്ങിയിരിക്കുന്നു. ഷാഫി പറമ്പിൽ എം പിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ ലോക്സഭാ സെക്രട്ടറിയുടെ ആഭ്യന്തര മന്ത്രാലയത്തോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. കേരള സർക്കാരിൽ നിന്ന് വിവരങ്ങൾ തേടുക എന്ന നിർദ്ദേശമാണ് ആഭ്യന്തര മന്ത്രാലയത്തോട് ലോക്സഭാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഷാഫി പറമ്പിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. പേരാമ്പ്ര CKG കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങൾ ഇതായിരുന്നു ഇത്തരത്തിലുള്ള നാടകീയമായ സംഭവ വികാസങ്ങളിലേക്ക് നയിക്കപ്പെട്ടത്. പേരാമ്പ്ര CKG കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. അതൊരു ഹർത്താൽ എന്ന തലത്തിലേക്ക് നയിക്കപ്പെടുന്നു. ആ ഹർത്താൽ ദിവസം സംഘർഷമുണ്ടായി. ഈ ഹർത്താൽ ദിവസത്തിലുള്ള സംഘർഷവുമായി ബന്ധപ്പെട്ട് മാർച്ച് ഉണ്ടാകുന്നു. ഈ മാർച്ചിലാണ് പോലീസിന്റെ മർദ്ദനം ഉണ്ടാകുന്നത്. ഷാഫി പറമ്പിൽ MP അടക്കം 10ഓളം UDF പ്രവർത്തകർക്കാണ് അന്ന് പരിക്കേറ്റത്. DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ, NSU മുൻ ദേശീയ ജനറൽ സെക്രട്ടറി KM അഭിജിത്ത്, KPCC അംഗം സത്യൻ കടിയങ്ങാട് തുടങ്ങിയവർക്കും അന്ന് പരിക്കേറ്റിരുന്നു. മൂക്കിൽ നിന്ന് ചോര ഒഴുകുന്ന നിലയിലായിരുന്നു ഷാഫി പറമ്പിലിനെ അന്ന് കോഴിക്കോട്ട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഷാഫിയുടെ മൂക്കിന്റെ എല്ലിന് 2 പൊട്ടലാണ് സംഭവിച്ചത്. പിന്നീട് ശസ്ത്രക്രിയ നടത്തി. കയ്യിലിരുന്ന കണ്ണീർവാതക ഗ്രനേഡ് പൊട്ടി വടകര DYSP C ഹരിപ്രസാദിനും പരിക്കേൽക്കുന്ന സാഹചര്യം. അത്തരത്തിൽ അദ്ദേഹം ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്നു. ആശുപത്രിവാസം. അതിനുശേഷമൊക്കെയാണ് വാർത്താ സമ്മേളനത്തിലൂടെ തന്നെ ആരാണ് മർദ്ദിച്ചത്, അല്ലെങ്കിൽ തന്നെ ഇത്രത്തോളം ക്രൂരമായി മർദ്ദിച്ചത് ആര് എന്നൊരു വെളിപ്പെടുത്തൽ ഷാഫി പറമ്പിൽ നടത്തിയത്. അതായത് അഭിലാഷ് ഡേവിഡ് എന്ന വടകര കൺട്രോൾ റൂം CIക്കെതിരെയാണ് ഷാഫി പറമ്പിൽ ഗുരുതര ആരോപണങ്ങൾ, ഈ വ്യക്തിയാണ് തന്നെ ആക്രമിച്ചത് എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളുമായി രംഗത്ത് വന്നത്. പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ ഷാഫി പറമ്പിൽ MPക്കെതിരെ നിയമ നടപടിക്കില്ല എന്ന് വടകര കൺട്രോൾ റൂം CI അഭിലാഷ് ഡേവിഡ് നേരത്തെ വ്യക്തമാക്കി. അതായത് ഷാഫി പറമ്പിൽ തന്നെ അപമാനിച്ചു, അതായത് മാധ്യമങ്ങളോട് തന്നെ അപമാനിച്ചു എന്ന രീതിയിൽ ഒരു പരാതി അദ്ദേഹം ആദ്യം ഉയർത്തുന്നു. പക്ഷേ നിയമ നടപടിക്ക് ഒരുങ്ങുന്നുവെന്ന സൂചനകൾ നൽകുന്നു. പക്ഷേ താൻ ഷാഫി പറമ്പിൽ MPക്കെതിരെയല്ല, മറിച്ച് മാധ്യമങ്ങൾക്കെതിരെയാണ് നീങ്ങുന്നത്. തനിക്കെതിരെ വ്യാജ വാർത്തകൾ നൽകിയവർക്കെതിരെയാണ് നിയമ നടപടികൾ സ്വീകരിക്കുന്നതെന്ന് അഭിലാഷ് ഡേവിഡ് പിന്നീട് വ്യക്തമാക്കിയിരുന്നു. തന്റെ ഫോട്ടോ സഹിതം കാണിച്ച് വാർത്താ സമ്മേളനത്തിൽ ഷാഫി പറമ്പിൽ MP നടത്തിയ പരാമർശങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് വടകര കൺട്രോൾ റൂം SHO അഭിലാഷ് ഡേവിഡ്. തനിക്കെതിരെ ദുരുദ്ദേശപരവും അപകീർത്തികരവുമായ പരാമർശമാണ് MP നടത്തിയതെന്നാണ് ആക്ഷേപം. MPക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതി തേടി വടകര റൂറൽ SPക്കാണ് അഭിലാഷ് അപേക്ഷ നൽകിയത്. സംഘർഷത്തിനിടെ അഭിലാഷ് ഡേവിഡാണ് തന്നെ മർദ്ദിച്ചതെന്നായിരുന്നു ഷാഫി പറമ്പിൽ ഉന്നയിച്ച പ്രധാന ആരോപണം. വാർത്താ സമ്മേളനത്തിൽ പേരെടുത്ത് പറഞ്ഞ ഷാഫി പറമ്പിൽ പാർട്ടിക്ക് വേണ്ടി കൊട്ടേഷൻ പണിയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന് ചെയ്യുന്നതെന്നും ആരോപിച്ചിരുന്നു. നിയമ നടപടി സ്വീകരിക്കാനുള്ള CIയുടെ അപേക്ഷ SP DGPക്ക് കൈമാറിയിരുന്നു. നടപടിക്രമം പാലിച്ച് അനുമതി കിട്ടിയ ശേഷം മാത്രമേ ഉദ്യോഗസ്ഥന് നിയമ നടപടിയിലേക്ക് കടക്കാൻ സാധിക്കൂ. പേരാമ്പ്ര സംഘർഷ സമയത്ത് തന്നെ ആസൂത്രിതമായി ആക്രമിക്കാൻ ശ്രമം നടന്നതും അതിന് നേതൃത്വം നൽകിയതും തന്നെ അടിച്ചതും ഈ ഉദ്യോഗസ്ഥനാണ് എന്നുമായിരുന്നു MPയുടെ ആരോപണം. അഭിലാഷ് ഡേവിഡിനെ കൃത്യവിലോപത്തിന് നേരത്തെ സർവീസിൽ നിന്ന് പുറത്താക്കിയതാണ് എന്നും ഷാഫി പറമ്പിൽ MP ചൂണ്ടിക്കാട്ടി. അതിനുശേഷമാണ് വീണ്ടും സർവീസിലേക്ക് തിരികെ കയറ്റിയത്. ഇയാൾ അത്ര നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥനല്ല എന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചിരുന്നു. ദുരുദ്ദേശപരമായിട്ടാണ് ഇത്തരം ഉദ്യോഗസ്ഥരെ കോഴിക്കോട് റൂറലിലേക്ക് കൊണ്ടുവന്നതെന്നും MPയുടെ ആരോപണം. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പിന്നീട് MP പരാതി നൽകി. മാഫിയ ബന്ധത്തിന്റെ പേരിൽ 2023 ജനുവരി 16 സസ്പെൻഷനിൽ പോയ പോലീസ് ഉദ്യോഗസ്ഥനാണ് അഭിലാഷ് ഡേവിഡ് എന്ന് ഷാഫി പറമ്പിൽ ആവർത്തിച്ചു പറഞ്ഞു. പിന്നാലെ ഇയാളെ പിരിച്ചുവിട്ടുവെന്ന് വാർത്ത വന്നു. പോലീസ് സൈറ്റിൽ ഇയാളെ കുറിച്ച് കൂടുതൽ വിവരങ്ങളില്ല. ഇയാൾ ഉൾപ്പെടെ 3 പേരെ പിരിച്ചുവിട്ട ശേഷം സർവീസിൽ തിരികെ കയറ്റി. മഞ്ചൂർ CPM ഏരിയ കമ്മിറ്റി ഓഫീസിലെ നിത്യ സന്ദർശകനാണ് ഇയാൾ. സർവീസിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട
ഈ പോലീസുകാരനടക്കമുള്ള രേഖകൾ പോലീസ് ആസ്ഥാനത്തില്ല എന്നാണ് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി. ഇത്തരം അക്രമികളായ പോലീസുകാരെ ആരും അറിയാതെ പുനർനിയമിച്ചതുകൊണ്ടാണ് ആ രേഖകൾ പുറത്തുവിടാത്തതെന്നായിരുന്നു വാർത്താ സമ്മേളനത്തിൽ ഷാഫി പറമ്പിലിന്റെ ആരോപണം. ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിന് പിന്നാലെ കോഴിക്കോട് DCC നേതൃത്വവും DGPക്ക് പരാതി നൽകിയിരുന്നു. MPയെ മർദ്ദിച്ച ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണമെന്നും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ച വടകര DYSPക്കെതിരെ നടപടി വേണമെന്നായിരുന്നു പരാതിയിലെ ആവശ്യം. പക്ഷേ ഈ പരാതിയിൽ തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. നടപടി വൈകുന്നതിൽ പ്രതിഷേധിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, മാർച്ച് ഒക്കെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഒക്ടോബർ 23-ാം തീയതി കോഴിക്കോട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ഷാഫി പറമ്പിൽ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചത്. സ്ഥലത്ത് നിന്നുള്ള അഭിലാഷിന്റെ ചിത്രവും ഷാഫി അന്ന് പുറത്തുവിട്ടതാണ്. എന്നാൽ അന്ന് ഷാഫിക്ക് അടിയേറ്റ സ്ഥലത്ത് താൻ ഉണ്ടായിരുന്നില്ലെന്നും ബസ് സ്റ്റാൻഡിലായിരുന്നു അന്ന് തനിക്ക് ഡ്യൂട്ടി എന്നുമായിരുന്നു അഭിലാഷിന്റെ പ്രതികരണം. പിന്നാലെ ഷാഫിയുടെ വെളിപ്പെടുത്തലിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ അഭിലാഷ് ആഭ്യന്തര വകുപ്പിന്റെ അനുമതി തേടിയിരുന്നു. എന്നാൽ പിന്നീട് ആ നിലപാടിൽ നിന്നും പിന്നോട്ട് പോവുകയായിരുന്നു അഭിലാഷ് ഡേവിഡ്. ഷാഫിക്ക് എതിരെയല്ല, തനിക്കെതിരെ വ്യാജ വാർത്ത നിർമ്മിച്ചവർക്കെതിരെയാണ് താൻ നീങ്ങുക എന്നൊരു നിലപാടിലേക്ക് എത്തുകയായിരുന്നു ഷാഫി പറമ്പിൽ. തനിക്കെതിരെ ദുരുദ്ദേശപരവും അപകീർത്തികരവുമായ പരാമർശമാണ് MP നടത്തിയതെന്നായിരുന്നു ആക്ഷേപം. MPക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതി തേടി വടകര റൂറൽ SPക്കാണ് അഭിലാഷ് അപേക്ഷ നൽകിയത്. എന്തായാലും ഷാഫി പറമ്പിൽ അഭിലാഷ് ഡേവിഡ് നേർക്കുനേർ പോരാട്ടം ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ ഒരു ഇടപെടൽ കൂടി ഉണ്ടായിരിക്കുന്നു. ലോക്സഭാ സെക്രട്ടേറിയറ്റാണ് ആഭ്യന്തര മന്ത്രാലയത്തോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. റിപ്പോർട്ട് എന്ത് ആണ് നൽകുക എന്നതടക്കമുള്ള ചോദ്യങ്ങൾ നിലവിൽ ഉയരുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.